ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൂടുതൽ മുഖവുര കൂടാതെ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കട്ടെ. ഫിലിപ്പിയൻ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 10 to 19 വായിക്കണ്ട, കാരണം വായിക്കാൻ നമുക്ക് സമയമില്ല. ഈ കാരാഗ്രഹ ലേഖനത്തെ പറ്റി നാം പറയുമ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ വളരെ ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിൽ, കാലൊക്കെ ആമത്തിൽ ഇട്ട് പൂട്ടി അവിടെ വളരെ പ്രയാസത്തിലും ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഈ താൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന ഈ ലേഖനങ്ങൾ എത്ര മഹത്വകരമായിട്ടുള്ള വാക്കുകളാണ് താൻ അന്ന് ഉപയോഗിച്ചത് അല്ലെങ്കിൽ താൻ എഴുതിയത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്നും നിലനിൽക്കുന്നതാണ്. ഈ 2000 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ഫോണും ഒക്കെ മാസത്തിൽ ഒരിക്കലും 2-3 ആഴ്ച കൂടുമ്പോൾ അപ്ഡേഷൻ വരും. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തു വരും. പക്ഷെങ്കിൽ ഈ 2000 വർഷമായിട്ട് യാതൊരു അപ്ഡേറ്റും ഇല്ലാതെ ഇപ്പോഴും അതിന് വളരെ പ്രസക്തി ഉള്ള ഒരു കാര്യമായിട്ട് വിശ്വാസികളെയും സഭകളെയും ഒക്കെ അദ്ദേഹം സംബോധന ചെയ്ത് അവരുടെ മുന്നേറ്റത്തിനായി അത്ര മുൻകരുതലോടെ ആത്മീയമായിട്ട് പരിശുദ്ധാത്മ നിറവിൽ താൻ എഴുതിയിട്ടുള്ള ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ അതിശയകരമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഒരു വാക്യം ഒന്ന് വായിക്കാം. 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാം. മതി. എന്താണ് ഇവിടെ പറയുന്നത്? നാം മത്തായി സുവിശേഷം 6-ാം അധ്യായം 27-31 വാക്യങ്ങൾ പറയുന്നുണ്ട്, നാളെ ചൊല്ലി വിചാരപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ തന്നെ പറ്റി ഓർത്ത് വിചാരപ്പെട്ടു, അതിൽ സന്തോഷിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. എൻ്റെ ചിന്തയിൽ വന്ന കാര്യം, മറ്റുള്ളവരെ പറ്റിയുള്ള നമ്മുടെ വിചാരങ്ങൾ എങ്ങനെയുണ്ട്? നാം വിചാരിക്കാറുണ്ടോ? അതോ പലപ്പോഴും നാം സ്വന്തം കാര്യം സിന്ദാബാദ്, എൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്നു, എൻ്റെ വീട്ടുകാരുടെ കാര്യം മാത്രം നോക്കി പോകുന്നു, എൻ്റെ മക്കളുടെ കാര്യം നോക്കുന്നു, എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കുന്നു. അങ്ങനെ ഒരു വളരെ കുടുസായ ചിന്താഗതിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ പൗലോസിനെ പറ്റി വളരെ വിചാരപ്പെട്ടതായിട്ടാണ് നാം വായിക്കുന്നത്. നമ്മുടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കൂട്ടുസഹോദരനെ പറ്റി, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ള ബന്ധുക്കളെ പറ്റി, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ പറ്റി നമുക്ക് എന്താണ് നമ്മുടെ വിചാരം? നമുക്ക് വിചാരമുണ്ടോ? അവരെ പറ്റി നാം കരുതുന്നുണ്ടോ? എന്തെങ്കിലും അവരെയും ഒരു കരുതലോടെ അല്ലെങ്കിൽ വിചാരിപ്പാൻ, ഒരു സ്നേഹത്തോടെ അവരെ പറ്റി ചിന്തിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും നാം ചിന്തിക്കണം. നമ്മുടെ മറ്റുള്ള വിശ്വാസികളെ മാത്രമല്ല, ഇവാഞ്ചലിസ്റ്റുകളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പറ്റി, ഓരോരുത്തരെ പറ്റി. നമുക്കറിയാം, അനേകം പേർക്ക് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവരാണ് പലപ്പോഴും നമ്മൾ ഇത് അറിയാറില്ല. നമ്മുടെ കൂട്ടു സഹോദരി കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, അതുപോലെയുള്ള മറ്റുള്ള സമൂഹത്തിൽ നിന്നുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. പക്ഷെങ്കിൽ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആ 38 വർഷം ആ കൊളക്കരയിൽ കിടന്ന ആളിനെ സൗഖ്യമാക്കുവാനും ലാസറിനെ ഉയർപ്പിക്കുവാനും ഒക്കെ കർത്താവ് തുനിയുമായിരുന്നില്ല. കാരണം അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് സഹതപിച്ച് വെറും ഒരു സിമ്പതി അല്ല, ഒരു സഹതാപമല്ല. നമുക്ക് പലപ്പോഴും ഉള്ള ഒരു സിമ്പതിയാണ്. ഇന്നടത്ത് ഇന്നാർക്ക് ഇന്ന ഒരു പ്രശ്നം പറ്റും, അയ്യോ കഷ്ടമായിപ്പോയി,
നമ്മുടെ ആ ഒരു വാക്കിൽ നാം അത് ഒതുക്കി അങ്ങ് വിടുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? അവരോട് മനസ്സരിഞ്ഞ ആ അവസ്ഥയിൽ ഞാൻ ആണെങ്കിൽ, അവരുടെ അവസ്ഥയിൽ ഞാനാണ് നിൽക്കുന്നതെങ്കിൽ, അത് എമ്പതി എന്നാണ് അതിന് പറയുന്നത്. അതായത് മറ്റുള്ള ഒരാളുടെ ഷൂസിൽ കയറി നിന്നുകൊണ്ട് അയാളെ പോലെ ചിന്തിക്കുക. അതാണ് കാര്യം. എത്ര പേർക്ക് നമുക്ക് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കർത്താവ് അങ്ങനെ ആണ് ചെയ്തത്. രോഗികളുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് ആത്മാർത്ഥമായിട്ട് അവരുടെ മനസ്സലിഞ്ഞ് അവരെ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയും. ഒരു കരുതലുണ്ടോ വാസ്തവത്തിൽ? നമ്മൾ ഒരു ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മുടെ കൂട്ടുസഹോദരനെ പറ്റി നമുക്ക് കരുതൽ ആണോ ഉള്ളത്, അതോ നാം കരുതൽ അഭിനയിക്കാറുണ്ട്? പലപ്പോഴും കരുതൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പറയാം, ഞാൻ നിങ്ങളുടെ കാര്യം ഓർത്തായിരുന്നു, നിങ്ങളെപ്പറ്റി ഞാൻ ചിന്തിച്ചായിരുന്നു. എന്നിട്ട് അതിനനുസൃതമായിട്ട് നമുക്ക് അതിലൊക്കെ അവരോട് ആത്മാർത്ഥമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ നമ്മുടെ ഒരു കുടുംബാംഗം എന്ന പോലെ, എൻ്റെ സ്വന്തം എന്ന പോലെ അങ്ങനെ അവരെ കരുതുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. ഒരു പ്രശ്നങ്ങൾ ഒരു ഭവനത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ മാറി നിന്ന് വിമർശിക്കുക ആണ് നാം പലപ്പോഴും ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നാം അവരെ കരുതൽ ഉള്ളതുപോലെ കാണിച്ചിട്ട് ഒരു ചില പ്രകടനങ്ങളൊക്കെ പലപ്പോഴും നാം നടത്തും. ഭയങ്കര കരുതലാകട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇടയ്ക്ക് 1-2 ബോളും കൂടെ ചെറിയ വെച്ചു കൊടുക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പണി കൊടുക്കുക എന്ന് അവർ പറയും, ചെറിയ അറിയാത്ത മട്ട്. പക്ഷെ അതൊരു കരുതൽ അല്ല, അതല്ല യഥാർത്ഥ കരുതൽ. എന്താണ്? കർത്താവ് ചെയ്ത അതേ കരുതലാണ് നമുക്ക് വേണ്ടത്. ഞാൻ 1-2 കാര്യങ്ങൾ മുന്നോട്ട് വായിക്കട്ടെ. 2 കൊരിന്ത്യർ 11:9 ഒന്ന് വായിക്കാം. 2 Corinthians chapter 11 verse 9. അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണത്. മതി. അപ്പോൾ ഇങ്ങനെ ഈ കരുതൽ നാം ഒരാളെ കാണിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നാം ചിന്തിക്കണം. നാം മറ്റുള്ളവർക്ക് ഒരു ഭാരമാകുകയും കൂടെ ചെയ്യരുത്. അതും ചിന്തിച്ചോളാം. നമ്മൾ ഒരാൾ കരുതുന്ന ഒരാളുണ്ട്, നാം ആ കരുതുന്ന ആളിനെ നാം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെ ഉപയോഗപ്പെടുത്തി അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന, ഒരു ഭാരം ഉണ്ടാകുന്ന രീതിയിൽ, പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ നാം ഒരിക്കലും ചിന്തിക്കുവാനോ പറയുവാനോ പാടില്ല എന്നുള്ളതാണ് അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 2:4 ഒന്ന് വായിക്കാം. 2-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. മതി. നാം എത്ര പേര് മറ്റുള്ള ഒരാളുടെ ഗുണം നോക്കും? ഒന്ന് ചോദിച്ചു നോക്കിക്കേ. മറ്റുള്ള ഒരാളിന്റെ ഗുണം, ഇയാൾക്ക് ഇന്ന ഗുണമുണ്ട്, പക്ഷെ നമ്മൾ നോക്കുന്നൊരു കാര്യമുണ്ട്, അവനിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കും. യാതൊരു സംശയവുമില്ല. അവൻ എന്താണ് അവൻ്റെ ഭാഗത്ത് വീഴ്ചയുള്ളത്? അവൻ്റെ പെരുമാറ്റത്തിൽ, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ നോട്ടത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നാം ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ ഒരാളുടെ ഗുണം നോക്കണമെന്നാണ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കറിയാം, ഞാൻ വാക്യെടുത്ത് വായിക്കുന്നില്ല, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായിട്ട് മാറുമെന്നാണ്. എന്താണ് സ്വസ്നേഹം? സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ ആരെയും സ്നേഹിക്കാതിരിക്കുക. എൻ്റെ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം, പക്ഷെ ഞാൻ ആരെയും സ്നേഹിക്കത്തില്ല. എല്ലാവരും എന്നെ വിളിക്കണമെന്ന്, ഫോൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആരെയും വിളിക്കത്തില്ല. ഈ സ്വസ്നേഹം വലിയൊരു പ്രശ്നമായിട്ട് വരുന്ന ഒരു കാലത്തിലാണ്. എൻ്റെ സൗന്ദര്യം, എൻ്റെ കാര്യം, അങ്ങനെ എപ്പോഴും അത് നാർസിസം എന്നാണ് പറയുന്നത്. നാർസിസ്റ്റ് എന്നാണ് പറയുന്നത്. സ്വയം സ്നേഹിച്ച് മറ്റുള്ളവർ ഞാൻ പറയുന്ന അനുസരിക്കണം, ഞാൻ പറയുന്നതാണ് ശരി, മറ്റുള്ളവരൊന്നും പറയുന്നത് ഞാൻ കേൾക്കത്തില്ല, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടോണം. അത് വളരെ അനേക കുടുംബങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ പറ്റി കരുതലില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട്, സ്വന്തം സ്വാർത്ഥം അന്വേഷിച്ചുകൊണ്ട്, സ്വയം നീതീകരിച്ചുകൊണ്ട്, മറ്റുള്ളവർ എന്നെ ഉപദേശിക്കാൻ വന്നാൽ പറയും, എന്നെ ഉപദേശിക്കണ്ട, ഞാൻ എല്ലാം തികഞ്ഞ ആളാണ്, എന്നെ ഉപദേശിക്കാൻ നിനക്കതിനുള്ള യാതൊരു അവകാശവുമില്ല എന്നൊക്കെ നാം പറയും.
എന്നാൽ സൗമ്യമായിട്ട് അവരെന്താണ് പറയുന്നത്, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഈ സ്വസ്നേഹമൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളിലേക്ക് നാം പലപ്പോഴും കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. നീ സ്കൂളിൽ ഫസ്റ്റ് അടിക്കണം, എല്ലാവരെയും തോപ്പിക്കണം, നീ മിടുക്കനാവണം, മറ്റുള്ളവരെല്ലാം നിന്റെ താഴെയാണ്. നമ്മൾ ഇവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പൊക്കി പറഞ്ഞുകൊണ്ട് വരികയാണ്. അയ്യോ, എൻ്റെ മകനോ ഭയങ്കര മിടുക്കനാ, വളരെ ബുദ്ധിമാനാ എന്നുള്ള കാര്യത്തിൽ അവരെ നാം ചെറുപ്പം മുതലേ ഈ കാര്യങ്ങളിൽ സ്വന്തം കാര്യം മാത്രമല്ല, മറ്റുള്ളവന് നന്മ വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ നാം അവരെ പഠിപ്പിക്കണം. അവിടെയാണ് ഈ ഫിലിപ്പിയ സഭ പൗലോസിനെ കരുതി എന്നുള്ളത്. അവൻ വളരെ പ്രയാസത്തിൽ കൂടി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്നെ പറ്റി കരുതുവാൻ ഒരാളുണ്ട്, അല്ലെ കുറച്ച് ആൾക്കാരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു സഭയുണ്ട് എന്നുള്ളത് വലിയ ഒരു അവർക്ക് ആശ്വാസമാണ്, യാതൊരു സംശയവുമില്ല. ഈ നാർസിസത്തെ പറ്റിയൊക്കെ പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നാം എല്ലാവർക്കും ഉണ്ട്, സ്വയം സ്നേഹം എല്ലാവർക്കും ഉണ്ട്, ശരിയാ, ഇല്ല, പക്ഷെ അതിൻ്റെ അളവുണ്ട്. എവിടെ വരെ ആകാം സ്വയം സ്നേഹം, എവിടെ വരെ ആകാം? മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ഞാൻ എന്നെ മാത്രമാണോ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യം. മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ കിടക്കട്ടെ. 4-ാം അധ്യായം തന്നെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ പഠിച്ചിട്ടുണ്ട്, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം. വൃദ്ധനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും രുചിയും കഴിവും അനുഭവിക്കാനും എല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മതി. 12-ാം വാക്യം അതെന്താണ് പറയുന്നത്? സംതൃപ്തിയോടുകൂടി ജീവിക്കണം. നമുക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യം, ഒന്നിലും ഒരു തൃപ്തിയില്ല. എനിക്ക് BMW കാർ ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ മേബാക്ക് അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ പിന്നെ ഉയർന്നൊരു കാർ. എനിക്ക് ഒരു 2 ബെഡ്റൂം വീടാണെങ്കിൽ എനിക്കൊരു 4 ബെഡ്റൂം വീട് വേണം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം വെറും BSc ഉള്ളൂ, എനിക്ക് MSc വേണം, അല്ലെങ്കിൽ MBBS വേണം. അങ്ങനെ ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ട്. നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് എനിക്ക് അതില്ല, എനിക്കിതില്ല, എനിക്ക് ദൈവം അത് തന്നില്ല, ഞാൻ ഇത്ര നാളായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് എപ്പോഴും നമ്മുടെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് ചെലവഴിക്കുകയാണ്. കർത്താവ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ള നന്മകൾ എത്രമാത്രമാണ്? ഞാൻ ചിന്തിച്ചു നോക്കിയേ. എത്രയോ വർഷങ്ങളായിട്ട് നാം അതിൻ്റെ ഒരു കണക്കൊന്ന് എടുത്തു നോക്കിയേ. നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങള്, സുഖങ്ങള്, സന്തോഷങ്ങള്, ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോഴും എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, ഇന്ന കാര്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. സംതൃപ്തി എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യ ഇച്ചിരിയുടെ സുന്ദരിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരിയുടെ പണം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഇന്നടത്തെ വീട്ടിൽ അപ്പുറത്തെ ആളാണ് എൻ്റെ ഭാര്യ, അല്ലെ എൻ്റെ ഭർത്താവ് ഇന്നാരായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ നാം ഇങ്ങനെ പല കാര്യങ്ങളിൽ അലാഹപ്പെട്ട് സംതൃപ്തിയില്ലാതെ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന അലംഭാവം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അലംഭാവം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമല്ല അവർ കൊടുക്കുന്നത്. തൃപ്തി എന്നുള്ള ഒരർത്ഥമാണ് അവിടെ ശരിക്കും ഉള്ളത്. ഇംഗ്ലീഷിൽ കണ്ടന്റ്, ഉള്ളതിൽ തൃപ്തിപ്പെടുക, ഉള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുക, തൃപ്തിപ്പെടുക. 1-2 വാക്യങ്ങളോട് വായിക്കാം. 2 Corinthians chapter 9 verse 8. 2 Corinthians 9:8. നിങ്ങൾ സാധനത്തിന് എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകലപ്രവൃത്തിയിലും പെരുകി പെരുമാറും സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. എബ്രായ ലേഖനം 13:5 കൂടെ ഒന്ന് വായിക്കാം. Hebrews chapter 13 verse 5. എബ്രായ ലേഖനം 13:5. മതി. എന്താണ് അവിടെ പറയുന്നത്? ഈ 2 കാരണം പൂർണ്ണ തൃപ്തിയോടുകൂടി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് പഠിക്കണം. അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എനിക്കില്ല കാര്യങ്ങളുണ്ട്, നമ്മളെക്കാട്ടി ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്.
നമ്മുടെ വിചാരിക്കും, അയ്യോ ഒരു നല്ല റൂം ഉണ്ടായിരുന്ന ചിലർ വിചാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിലർ ചിന്തിക്കുന്നത് എനിക്കൊരു AC ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഒരു സൗകര്യം കിട്ടുമ്പോൾ അതിനേക്കാൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് നാം പലപ്പോഴും ചിന്തിക്കേണ്ട. ഒരു തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പൂർണ്ണ തൃപ്തി നമുക്ക് വേണം. കാരണം ഈ തൃപ്തിയില്ലായ്മ എന്തുകൊണ്ടാണ് വരുന്നറിയാമോ? കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ അല്ലെ പ്രോമിസസിൽ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വിശ്വാസമില്ല. ബൈബിളിൽ ഏകദേശം ഒരു 7000 വാഗ്ദത്തങ്ങൾ പ്രോമിസസ് ഉണ്ടെന്നാണ്, 7000-ത്തിലധികം വാഗ്ദത്തങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വാഗ്ദത്തങ്ങൾ കർത്താവ് തിരുവചനത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ പുലർത്തും, നീ പേടിക്കണ്ട, ധൈര്യപ്പെടണ്ട, ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തും, നിന്റെ പ്രശ്നങ്ങൾ ഞാൻ കൂടെയിരിക്കും, നിന്റെ രോഗം സൗഖ്യമാക്കും, എന്തൊക്കെ കാര്യങ്ങളാണ്. പക്ഷെ നാം ഇതൊന്നും നമുക്ക് പൂർണ്ണ വിശ്വാസം ഇല്ല. അതാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ഈ തൃപ്തി വരാത്തത്. ഒന്നിനും തൃപ്തിയില്ല ഒരു കാര്യത്തിൽ. ഭക്ഷണം കഴിച്ചാൽ ഈ 2 കൂട്ടാനുണ്ട്, ഒരു കൂട്ടാനും ഇന്ന കറികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നല്ലതായിരുന്നു അത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാണ്. എന്ന് പറഞ്ഞതുപോലെയുള്ള അലംഭാവത്തോടുകൂടി സംതൃപ്തി ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു നോക്കി. നമ്മൾ ആത്മീയമായിട്ട് ഈ സഭയോ കൊള്ളത്തില്ല, ഉറക്കത്തൂക്കി സഭയാ, അല്ലെങ്കിൽ ഇന്നാര് ആ സഭ മൂപ്പന്മാരോ അവരൊന്നും കൊള്ളത്തില്ല, അല്ലെ ആ വിശ്വാസികളോ അവർ വെറും തല്ലിപ്പൊളികളാ എന്നൊക്കെയാണ് നാം മറ്റുള്ളവരെ പറ്റി പറയുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നാം അതിനകത്ത് എന്താണ് ചർച്ച ആക്ടിവിറ്റീസ് നാം എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ മറ്റുള്ളവരെ വിമർശിക്കാനും തൃപ്തിയില്ലായ്മ പറയാൻ, ഇന്നാരങ്ങനാണ്, ഇന്നടത്തെ ഇന്നാര് ഇന്ന പോലെ ഇന്ന കാര്യം ഇന്നാളി ഇങ്ങനെ പറഞ്ഞു, അല്ലെ എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നോട് സംസാരിക്കുന്നില്ല. പക്ഷെ അവരോടുള്ള മനോഭാവം എങ്ങനെയുണ്ട്? നാം അതിനകത്ത് കറക്ഷൻ വരുത്തേണ്ടതുണ്ടോ? അത് ചിന്തിക്കണ്ടേ? അപ്പോൾ മറ്റൊരാളിൻ്റെ മനസ്സ് കണ്ട് അവരോട് അതിനനുസരിച്ച് നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ആദ്യമേ, എന്നാലല്ലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. നമുക്കൊരു മക്കളെ ആണെങ്കിലും ബഹുമാനിക്കേണ്ട രീതി ബഹുമാനിക്കണം. തീർച്ചയായിട്ടും അവർക്ക് താല്പര്യങ്ങൾ കാണും, അവർക്ക് ആഗ്രഹങ്ങൾ കാണും, ഇഷ്ടങ്ങൾ കാണും. മക്കളാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം അനുസരിച്ചാൽ നിന്നോണം, ഒരു വാക്ക് തിരിച്ചു പറയാൻ പാടില്ല എന്നുള്ള മനോഭാവമാണ് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് പഠിക്കണം. നാം സംതൃപ്തിയിലിരിക്കാൻ നാം പഠിക്കണം. 4:12 ഒന്ന് വായിക്കാമോ? 4:12 മാത്രം അറിയാം. അവിടെ മതി. എന്താ അവിടെ പറയുന്നത്? താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും അറിയാം. നമുക്ക് താഴ്ചയിലിരിക്കാൻ നമുക്കറിയാം, പക്ഷെ സമൃദ്ധിയിലിരിപ്പാൻ നമുക്ക് ശരിക്കും അറിയത്തില്ല. സമൃദ്ധി വരുമ്പോൾ നാം അറിയാതെ അങ്ങ് നെഗളിച്ചു പോകും. എനിക്ക് ഇപ്പോൾ അത്യാവശ്യമൊക്കെ സമ്പത്തൊക്കെ ആയിട്ടുണ്ട്, അത്യാവശ്യം ആരോഗ്യമുണ്ട്, എൻ്റെ മക്കൾ ഇന്ന നിലയിലാണ്, എനിക്ക് ഇന്ന ഡിഗ്രി ഉണ്ട്, എനിക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട്, എല്ലാ കാര്യങ്ങളായി കഴിയുമ്പോൾ നാം പതുക്കെ കോളറൊക്കെ ഒന്ന് നേരെ ഇട്ട് ഇനിയിപ്പോൾ എല്ലാവരും എന്നെ ബഹുമാനിച്ചോണം. അപ്പോൾ ഈ സമൃദ്ധിയിൽ നമുക്ക് ജീവിക്കാനാണ് വലിയ പ്രയാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വലിയൊരു പ്രയാസമാണ്. സമൃദ്ധിയാകുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് നെഗളിച്ചു പോകും. ദൈവത്തെ വിളിച്ചാലായി, വിളിച്ചില്ലെങ്കിലായി, പ്രാർത്ഥിച്ചാലായി, പ്രാർത്ഥിച്ചില്ലെങ്കിലായി, വേദപുസ്തകം വായിച്ചാലായി, വായിച്ചില്ലെങ്കിൽ എന്താ എന്നൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ നാം തീർച്ചയായും ആ താഴ്ചയിലും സമൃദ്ധിയിലും ഒരുപോലെ വിനയത്തോടുകൂടി ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, ദൈവവചനത്തിന് അനുസരണമായിട്ട് ജീവിപ്പാൻ നമുക്ക് കഴിയണം. ഞാൻ മുന്നോട്ട് പോകട്ടെ. 4:13 വാക്യം ഒന്ന് വായിക്കാം. 13 മതി. എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ ആരാണ്? കർത്താവാണ്. നമ്മളത് മറന്നുപോകും. ചിലർ പറയും എൻ്റെ മസിലാണ് എന്നെ ശക്തിപ്പെടും. എൻ്റെ ജിമ്മിലൊക്കെ പോയി നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് ഞാൻ ആരോഗ്യമായിട്ട് മിടുക്കനാണ്, എൻ്റെ ധനമുണ്ട്, എനിക്ക് എൻ്റെ മക്കളുണ്ട്, എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ബന്ധുബലമുണ്ട്, എനിക്ക് ഇന്നാരെല്ലാം ഉണ്ട്, എനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അതെല്ലാം എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ശക്തനാണ്. ആരാണ് നമ്മളെ ശക്തനാക്കുന്നത്?
ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിശ്ചയിൽ ചേർക്കപ്പെട്ട ആ കുഞ്ഞിൻ്റെ കാര്യം നോർത്തു. ഈ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു നനച്ചിരിക്കാതെ യാതൊരു ലക്ഷണവും കാണിക്കാതെ പെട്ടെന്ന് ഒരു സുപ്രഭാത് വിതിൻ മിനിറ്റുകൾക്കകം അവൾ മരണപ്പെട്ടു പോകുന്ന കാഴ്ചയാണ്. എത്രയോ പേരെ അങ്ങനെ കാണുന്നു. എന്തിലാണ് നാം അഹങ്കരിക്കുന്നത്? എന്തിലാണ്, ആരാണ് ഈ ശക്തിയൊക്കെ പോകാൻ ഏതാണ്ട് സമയം വേണോ? ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു മിനിറ്റ് പോലും വേണ്ട. ഞാൻ OP നടന്ന് കയറി വന്നിരിക്കുന്ന ആൾ ചെറിയൊരു നെഞ്ചുവേദനയുണ്ട് സാറേ നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു 10 സെക്കൻഡിനകം പെട്ടെന്ന് മരണപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒന്നും ചെയ്യാതെ നമ്മൾ നോക്കി നിൽക്കേണ്ട, നോക്കി BP പാർട്ടിസ് കെട്ടാൻ പോലും സമയം കിട്ടത്തില്ല. അപ്പോഴത്തേനും ആള് പോയി കഴിയും. അപ്പോൾ നാം എന്തിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? നമുക്കറിയാം ഇസ്രായേലിലൊക്കെ പറ്റിയ അബദ്ധങ്ങൾ നമുക്കറിയാം. ഇസ്രായേൽ അവരുടെ സൈന്യബലത്തിൽ ആശ്രയിച്ചു. അങ്ങനെ വലിയ സൈന്യമായിട്ട് ചെന്നിട്ടുള്ള വലിയ യുദ്ധസന്നാഹങ്ങളുമായിട്ട് ചെന്ന അനേക അവസരങ്ങളിൽ അവർ തോറ്റുപോയി. എന്തുകൊണ്ടാണ്? അവര് വിചാരിച്ചത് ഞങ്ങളുടെ ശക്തിയിൽ ആണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, ഞങ്ങൾ ഇത് ശക്തിയിലാണ് ജയിക്കുന്നത്, ഞങ്ങൾക്കൊന്നിനെയും ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് മുന്നോട്ട് പോയപ്പോൾ ആണ് അവർക്ക് പരാജയം അനുഭവിച്ചത്. വാസ്തവത്തിൽ ആ എന്നാൽ നിസ്സാരമായ ആൾക്കാരെ കൊണ്ട് പോയി വലിയ യുദ്ധങ്ങൾ അവർ ജയിച്ചിട്ടുണ്ട്. യെരിഹോവിന്റെ മതിലൊക്കെ തകർക്കാൻ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ദൈവത്തിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കാതെ നമ്മുടേതായ ശക്തിയിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ജ്ഞാനത്തിലും നമ്മുടെ അറിവിലും നമ്മുടെ പണത്തിലും നമ്മുടെ ആരോഗ്യത്തിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെക്കാതെ പോകുമ്പോൾ നാം പലപ്പോഴും നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. എബ്രായ ലേഖനം 13:6, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 6. ഞാൻ പേടിക്കുകയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. 2 Corinthians 12:9 കൂടെ വായിക്കാമോ? 2 Corinthians chapter 12 verse 9. 2 Corinthians 12:9. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നാം എത്ര ബലഹീനരായാലും നമ്മെ ശക്തിപ്പെടുത്താൻ നമ്മുടെ കർത്താവിന് കഴിയും. നാം മാനസികമായിട്ട് തളർന്ന അവസ്ഥയിൽ, നാം വളരെ ബുദ്ധിമുട്ട് കൂടി പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയിൽ ഈ മനുഷ്യർക്കൊന്നും നമ്മളെ ശക്തിപ്പെടുത്താനോ ആശ്വസിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല, യാതൊരു സംശയമില്ല. അത് ഓർത്തോണം എപ്പോഴും. ദൈവത്തിന് മാത്രമേ യഥാർത്ഥ, അതുകൊണ്ടാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറയുന്നത്. മാനുഷികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിലും സമാധാനപ്പെടാൻ പറ്റില്ല. എല്ലാം പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. പക്ഷെങ്കിൽ ആ സകല നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ആ ദൈവികമായ സമാധാനമാണ് നമ്മൾക്ക് ആവശ്യം. അതാണ് പറയുന്നത്, കർത്താവ് എനിക്ക്. ബാക്കി എല്ലാവരും തള്ളിപ്പറയും, ഭാര്യ തള്ളിപ്പറയും, ഭർത്താവ് തള്ളിപ്പറയും, മക്കൾ തള്ളിപ്പറയും, സഹോദരങ്ങൾ തള്ളിപ്പറയും. ചിലപ്പോൾ അതൊക്കെ സംഭവിക്കും. പക്ഷെങ്കിൽ കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ വീണുപോയില്ല, ഞാൻ താണുപോകില്ല, ഞാൻ തളരുകയില്ല എന്ന് നാം ചിന്തിക്കണം. അവൻ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവന്റെ അമിതം ബലത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശക്തിയോടുകൂടി എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയുകയുള്ളൂ. ആ ഒരു ഓർമ്മ എപ്പോഴും നമുക്ക് വേണം. ഒരു വാക്കിലൂടെ വായിച്ച് ഞാൻ നിർത്താം. 4:14 കൂടെ ഒന്ന് വായിക്കാം. നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. സുവിശേഷം മോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കോദോന്യയിൽ നിന്ന് പുറപ്പെട്ടാണ്. നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും പരമശിലും കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. മതി. അവിടെ എന്താണ് പറയുന്നത്? കൂട്ടായ്മ കാണിക്കണം മറ്റുള്ളവരോട്. ഒരു വാക്യം കൂടെ വായിക്കാം അതിന്റെ കൂടെ. 2 Corinthians 8:1-2 ഒന്ന് വായിക്കാം. 2 Corinthians chapter 8 verses 1 and 2. 2 Corinthians 8:1-2. അവരുടെ സന്തോഷത്തിൽ മഹാദാരിദ്ര്യവും ഔദാര്യം കാണിപ്പാൻ മതി. ഈ മക്കതോന്യ സഭ വരുന്നുണ്ട്. അവര് മഹാകഷ്ടത്തിലും പട്ടിണിയിലും പരിവട്ടത്തിലും ആയിരുന്നു. പക്ഷെങ്കിൽ അവര്
പൗലോസിനെ കൂട്ടായ്മ കാണിച്ചെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ വിചാരിക്കുമോ എനിക്ക് പൈസ ഇല്ല കൊടുക്കാൻ, എനിക്ക് പൈസ കുറച്ചുകൂടെ ഉണ്ടായിരുന്നേ ഞാൻ കൊടുക്കാമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത അങ്ങനെ. എനിക്കൊന്ന് കാരണം ഇന്ന ആവശ്യമുണ്ട്, നാളെ ഇന്ന കാര്യമുണ്ട്, മറ്റന്നാൾ ഇന്ന കാര്യമുണ്ട്, അടുത്ത വർഷം ഇന്ന കാര്യമുണ്ട്, ഒരുപാട് പ്ലാൻ ചെയ്ത് നമ്മൾ പൈസ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെല്ലാം, ഞാനടക്കമാണ് കേട്ടോ, ഞാൻ ഇത് എന്നെ മാറ്റി നിർത്തി പറയുമല്ല, നമ്മുടെ പ്ലാനിങ് അങ്ങനെ അനുസരിച്ച് ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമെന്ന് എപ്പോഴും പറയും. അപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മളാ കാര്യം മറന്നു പോകും പലപ്പോഴും, അല്ലേ? നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ സഭ, മക്കദോന്യ സഭയുടെ എന്നാ പറയുന്നത്, അവര് കഷ്ടതയിലായിട്ടും സഹായിച്ചു മറ്റുള്ളവരെ നമ്മളാൽ കഴിയും വിധം. അല്ലെങ്കിൽ വേണ്ട സാമ്പത്തികം മാത്രമല്ല ഇതിനകത്തുള്ളത്. ഒരു സഹോദരൻ ഒരു സഹോദരി മാനസികമായിട്ട് വളരെ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുമ്പോൾ നാം അവരെ ചെന്ന് കണ്ട് ആ വലിയ വർത്തമാനങ്ങളോ വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രസംഗമൊന്നും നടത്തേണ്ട കാര്യമില്ല. അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക. അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും വളരെ അപ്പുറമാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? അവർക്ക് അനേക വിഷമങ്ങൾ കാണും, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു എന്നാണ് അവരുടെ ചിന്ത. അത് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവരോട് ചേർന്ന് അവരുടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. എന്നാലും അവൾ അങ്ങനെ ചെയ്തില്ലല്ലോ, അല്ലെ എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ നിന്നോടെന്നാലും നിന്നോടെന്തോ വൈരാഗ്യമുണ്ട് അവർക്കല്ലേ, പിന്നെ അങ്ങനെയൊന്നും പറയത്തില്ല. നിന്നെപ്പറ്റി പറയുക, ഇന്ന കാര്യം അവൾ പറയുക കേട്ടോ, അങ്ങനെ പറയാൻ കൊള്ളാമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞ് ഈ ആളി കത്തിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്ന ഒരു സ്വഭാവം, നമ്മളാലാവും വിധം സാമ്പത്തികമായിട്ടും അല്ലാതെ അവരെ നമ്മുടെ കൂടെ നിർത്തുവാൻ, അവരെ ഒന്ന് കരുതൽ ചെയ്യുക, അവരെ പറ്റി ഒന്ന് വിചാരപ്പെടുക. അയ്യോ, ഞാൻ ആ അവസ്ഥയിൽ ആണെങ്കിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെ ആയിരിക്കണം. അത് മറ്റുള്ളവരെ പറ്റിയുള്ള വിചാരപ്പെടുന്നവരായി സംതൃപ്തിയിലിരിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് താഴ്ചയിലും സമൃദ്ധിയിലും ഇരിപ്പാൻ, നമുക്ക് അഹങ്കരിക്കാതെ ജീവിപ്പാൻ നമുക്ക് കഴിയണം. നമ്മളെ ശക്തനാക്കുന്നത് കർത്താവാണ് എന്നെ ശക്തനാക്കുന്നത് എന്നുള്ള വലിയ ഓർമ്മ നമുക്ക് കാണണം. അതുപോലെ കൂട്ടായ്മ കാണിക്കുന്ന കാര്യത്തിൽ കൂട്ടായ്മ കാണിക്കാൻ മറക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. തീർച്ചയായും നമ്മുടെ വരും കാല ജീവിതത്തിൽ നമുക്ക് ഈ പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നാം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഓരോ കാര്യങ്ങളും അല്പസ്വല്പമായിട്ട് മെച്ചപ്പെടുത്താൻ കഴിയും. ദിനംതോറും നാം അനുദിനം ഇതിലൊക്കെ വർദ്ധിച്ചു വരുന്നവരായിട്ട്, മറ്റുള്ളവരെ കരുതുന്നവരായിട്ട്, സംതൃപ്തിയോടുകൂടി ജീവിപ്പാൻ നമുക്ക് നമ്മുടെ ഇല്ലായ്മകളെ പറ്റിയും വല്ലായ്മകളെ പറ്റിയും പറഞ്ഞ് എനിക്ക് രോഗമാണ്, ദുഃഖമാണ്, എനിക്ക് ഇന്ന അസുഖമാണ്, എനിക്ക് ഇന്ന ഭയങ്കര പ്രശ്നമാണ് പറയുന്നത്. എന്നാൽ ദൈവം നമ്മളെക്കാട്ട് എത്രയോ ആരോഗ്യമില്ലാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ഇല്ലേ? നമ്മളതൊന്നും നോക്കാതെ നാം സംതൃപ്തിയോടുകൂടി ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിപ്പാൻ നമുക്ക് വരും ദിവസങ്ങൾ കഴിയട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.